നലങ്കുമാവ്, പിന്നെ ആവാരം പൂ സോപ്പാണ്. സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാനും മോയ്സ്ചർ നമ്മുടെ മുഖത്തിൽ ലോക്ക് ചെയ്യാനുമായിട്ടുള്ള കെമിക്കൽ ഫ്രീ സോപ്പ്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു സോപ്പിന്റെ ഒരു ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ഫേസ് വാഷിന്റെ ഒരു ഉപയോഗം എന്താണ്, നല്ലൊരു ഫേസ് വാഷ് പറഞ്ഞു തരുമോ, നല്ലൊരു വൈറ്റനിങ് സോപ്പ് പറഞ്ഞു തരുമോ. ഈ വൈറ്റനിങ് എന്നുള്ള വേർഡ് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്നും നമ്മുടെ ലൈഫിൽ നിന്നും എടുത്ത് ദൂരെ കളയുക. നമുക്ക് നമ്മുടെ ഫേസിനെ ബ്രൈറ്റായും ഫെയറായും, ഫെയർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഫെയർ ബ്യൂട്ടിഫുൾ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പാടുകളൊന്നും ഇല്ലാത്ത, ചുളിവുകളൊന്നും ഇല്ലാത്ത, വരകളൊന്നും ഇല്ലാത്ത, നമ്മുടെ ഒരു കഴിവ് കൊണ്ട്, ഡെഡിക്കേഷൻ കൊണ്ട്, ടാലൻറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നമ്മളുടെ ഏജ് അറിയിക്കാതെ കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ്, അതൊരു ആർട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഫേസ് വാഷ് കൊണ്ട് ഫേസും കഴുകുമ്പോൾ മുഖം കറുപ്പാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഹെയർ ഡൈ ഉപയോഗിച്ചാൽ ഫേസ് കറുപ്പാകും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് വാഷുകളും സോപ്പുകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഫേസ് ബ്ലാക്ക് ആകും. കഴുകുമ്പോൾ നല്ല ഒരു ഫെയർനെസ് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണെന്നറിയാവോ? അത്രയ്ക്കും സ്പീഡിലാണ് ഈ ഫേസ് വാഷും ഈ സോപ്പുകളും ഒക്കെ നമ്മുടെ സ്കിന്നിലെ പീൽ ചെയ്യുക. അതായത് നമ്മുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന് എത്ര ലെയർ ഉണ്ടെന്നറിയാവോ? ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയറിനെ പീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്രഷ്നെസ്, ഒരു തുടുത്ത ഫേസ്, ഒരു റെഡിഷ് ഒക്കെ ഒന്നിച്ച് ഫേസ് ഫുൾ അങ്ങ് പീൽ ചെയ്യുകയല്ല ചെയ്യുന്നത്. ചീക്സ് ബോൺസിന്റെ അവിടെ, താടിയുടെ അവിടെ, നോസിന്റെ തുമ്പത്ത്, നെറ്റിയുടെ അവിടെയൊക്കെ, അതായത് ലൈറ്റ് അടിച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫേസിലോട്ട് ഞാൻ ലൈറ്റ് വെച്ചിട്ടുണ്ട്, അപ്പം ലൈറ്റ് അടിച്ചാൽ റിഫ്ലക്ഷൻ തോന്നുന്ന സ്ഥലമൊക്കെ അങ്ങ് പീലാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മളെ കാണുന്ന ആ ഒരു സമയം മാത്രമാണ് നമ്മൾ വിചാരിക്കുക, കൊള്ളാലോ, നല്ല ബ്രൈറ്റ് ആയല്ലോ, പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷിൻ്റെയും സോപ്പിൻ്റെയും ഒക്കെ അകത്ത് എത്ര pH ലെവൽ ഉണ്ടെന്നും എത്ര കെമിക്കൽസിൻ്റെ അളവുണ്ടെന്നും ഒന്നും നമ്മൾക്കറിയത്തില്ല, അല്ലേ? നമ്മൾ അറിയാതെയാണ് നമ്മൾ ഒരു വലിയ സെലിബ്രിറ്റി വന്ന് പറയുന്ന ആ ഒരു സോപ്പിനോട് നമുക്കൊരു ഒബ്സഷൻ ഉണ്ടായിരിക്കും. അവരുടെ മുടി ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മുടി ഇങ്ങനെ ആയിരുന്നെങ്കിലും തോന്നും. എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ MBA സെക്കൻഡ് ഇയർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ ഒരു ആഡ് ഇതാണ്: ഇത് മുടിയില്ലെങ്കിൽ മയിൽ ഇറക്, അങ്ങനെയാണ് ഇവിടെ പറയുക, മയിൽ പീലിയാണിത്, മുടിയേ അല്ല. അപ്പോൾ ഏത് പെണ്ണിന്റെ മനസ്സിലും സ്വയം നമ്മളൊരു മയിലായി അങ്ങ് മാറും. അതാണ് അവരുടെ മാർക്കറ്റിംഗ് ടെൻഡൻസി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ആൾക്കാർ മുതലെടുത്ത് പല പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ വിറ്റ് നമ്മളെ കൊണ്ട് ഉപയോഗിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളൊക്കെ ചോദിച്ച ഒരു നലങ്ക് മാവ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. നലങ്ക് മാവ് സോപ്പും ആവാരമ്പൂ നമ്മുടെ നലങ്ക് മാവിൽ ഇട്ടിരുന്നു, അതുകൊണ്ടുള്ള ഒരു സോപ്പുമാണ്. കെമിക്കൽസ് ഒന്നും ഞാൻ ഇടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതേ കാണത്തുള്ളൂ. സ്മെല്ലിന് വേണ്ടി ഞാൻ ഇടുന്നത് ജവ്വാദ് പൗഡറാണ്. ജവ്വാദ് പൗഡർ നമുക്ക് ഫേസ് പാക്കിൽ ഇടാൻ പറ്റിയ ഒരു സാധനമാണ്. ജവ്വാദ് പൗഡറാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടി ചേർക്കുന്നത്. സ്മെല്ലില്ലാതെ ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം, പക്ഷേ സോപ്പാകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്ന് എനിക്കൊരു സന്തോഷം തോന്നാനായിട്ട് ഞാൻ ജവ്വാദ് പൗഡർ ഇടുന്നുണ്ട്. ജവ്വാദ് പൗഡർ നമുക്ക് ഫേസ് പാക്കിലൊക്കെയും ആഡ് ചെയ്യാവുന്നതാണ്. ഫുള്ള് ഹെർബൽസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നലങ്ക് മാവ് സോപ്പും ആവാരം പൂവിൻ്റെ സോപ്പും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നലങ്ക് മാവ് സോപ്പിലേക്ക് 20 ഗ്രാം നലങ്ക് മാവും 20 മില്ലി റൈസ് ബ്രാൻഡ് ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. റൈസ് ബ്രാൻഡ് ഓയിൽ സ്കിന്നിന് നല്ല കളർ തരികയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഹെർബൽ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 20 ഗ്രാം നലങ്ക് മാവും 20 മില്ലി റൈസ് ബ്രാൻഡ് ഓയിലും 20 മില്ലി ഒലിവ് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സിറാമിക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കൈ പൊള്ളാതിരിക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സോപ്പ് മോൾഡ്, ഇത് സിലിക്കോൺ മോൾഡാണ്, ഇതിലേക്ക് ബബിൾസ് ഒന്നും വരാതെ വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കെയർഫുൾ ആയിട്ട് ഒഴിക്കുക, കയ്യിലൊക്കെ തെറിക്കാതിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് ആവാരം പൂ സോപ്പ് ഉണ്ടാക്കാം. ആവാരം പൂ 20 ഗ്രാമും 10 ഗ്രാം
കസ്തൂരി മഞ്ഞളിന്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരുന്നതാണ് ഓൾറെഡി തന്നെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആവും. അതിലേക്ക് 20 മില്ലി റൈസ് ബ്രാൻഡ് ഓയിൽ മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മളുടെ ഹെർബൽ സോപ്പ് ബേസ് എടുത്തിട്ട് അതിലേക്ക് ഒരു 20 മില്ലിയാണ് നമ്മൾ ഇത് ചേർക്കാൻ പോകുന്നത്. 20 മില്ലി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ തന്നെ ബോയിൽ ചെയ്തെടുക്കണം. അത് ബോയിൽ ചെയ്യുമ്പോൾ വേറൊരു കളറായി മാറും. മഞ്ഞൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ 3 സോപ്പാണ് ഉണ്ടാക്കിയത്. ആദ്യം നമ്മളുടെ നലങ്ക് മാവ് സോപ്പും ആവാരമ്പൂ സോപ്പും പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു സോപ്പും ഉണ്ടാക്കി. ഇത് നല്ല ഫൈൻ കളറായിട്ട് വന്നിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഫ്രാഗ്രൻസ്, അതായത് മണം ഒന്നും ചേർത്തില്ല. എനിക്ക് അത്ര മണം ഇഷ്ടമില്ലാത്ത ആളാണ്, അതുകൊണ്ട് മണമില്ലാതെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് മണത്തിന് വേണമെങ്കിൽ ജവാദ് പൗഡർ ചേർക്കാവുന്നതാണ്. ഞാൻ ഓർത്തു ചേർക്കാവുന്ന, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ഞാൻ ഉപയോഗിക്കണമല്ലോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അത്ര സ്മെല്ല്. മുഖത്തിന് നല്ല കളർ തരാനും ബ്രൈറ്റൻ ആക്കാനും നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊന്നും വരാതെ ഫൈൻ ലൈൻസ് വരാതെ ഹൈപ്പർ പിഗ്മെന്റേഷനെ കൂട്ടാതെ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹെർബൽ സോപ്പ് റെഡിയാണ്. ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇന്ന് ക്യാഷ്വലായിട്ടാണ് വന്നിരിക്കുന്നത്. പുറത്തു പോയി ഒരു ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അങ്ങനെ വന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്നതാണ്. സോ ഞാൻ സാരി ഉടുക്കാനൊക്കെ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് ഒരു ഹെർബൽ സോപ്പാണ്. ഇത് ഒരുപാട് പതയത്തില്ല കേട്ടോ. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരുപാട് പതയുന്ന ഫേസ് വാഷും ഒരുപാട് പതയുന്ന ഷാമ്പുവും ഒരുപാട് പതയുന്ന സാധനങ്ങളിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന്, ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് തന്നെ എല്ലാവരുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആകണമെന്നില്ല കേട്ടോ. എനിക്ക് ഒരു ചില ഫേസ് വാഷ് ഒന്നും തന്നെ പറ്റില്ല. ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയാറുണ്ട്, ഇന്ന ഫേസ് വാഷാണ് നല്ലത്. അത് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ബ്രാൻഡിന്റെ തന്നെ ഓയിലി സ്കിന്നും നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെയുള്ള ഫേസ് വാഷ് അവരുടെ അടുത്തുണ്ട്. നമ്മൾ ഒരു ഫേസ് വാഷ് മൊത്തം, ഒരു ട്യൂബ് മൊത്തം ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ആ ഫേസ് വാഷ് നമുക്ക് ഓക്കെ ആണോ എന്നുള്ളത്. നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ ഈസിയാണ്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു 3-4 മണിക്കൂർ ഒന്നും ചെയ്യരുത് ഫേസിൽ. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കൂ, ഒന്ന് ഒപ്പി നോക്കൂ. ഒരുപാട് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കിന്നാണ്. ടീ സോണിൽ മാത്രം, അതായത് നെറ്റി, മൂക്ക് ഈ ഭാഗത്ത് മാത്രമാണ് ഓയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് കോമ്പിനേഷൻ സ്കിന്നാണ്. ഓയിലേ ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നാണ്. പിന്നെ സീസൺ അനുസരിച്ചും ഹോർമോൺ അനുസരിച്ചും സ്കിന്ന് മാറും. ഓയിലി സ്കിൻ കോമ്പിനേഷൻ ആകും, കോമ്പിനേഷൻ സ്കിൻ ഡ്രൈ ആകും, ഡ്രൈ സ്കിൻ ഓയിലി ആകും. ഇതൊക്കെയും നോർമലാണ്. ഈ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ എന്നൊന്നും പറയുന്നത് നമ്മളുടെ രോഗമല്ല. അതൊക്കെ നോർമലാണ്, ക്വയറ്റ് നോർമലാണ്. അതിനെ പരിചരിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. അല്ലാതെ അത് നമ്മുടെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ? അല്ല. സ്കിൻ കെയർ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനൊന്നുമില്ല. സ്കിൻ കെയർ ചെയ്താൽ നമ്മൾക്ക് കുറച്ച് അഹങ്കാരത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കുറച്ച് സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റും. അതെല്ലാവരുടെയും ഒരു ആവശ്യമാണ് കേട്ടോ. ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വീഴുന്ന ലേഡീസാണ്, ഇപ്പോൾ കുറച്ച് ജെൻസും ഉണ്ട്. വളരെ നല്ല കാര്യം തന്നെ. സ്കിൻ കെയർ ചെയ്യുന്നതും സൺസ്ക്രീൻ ഇടുന്നതും UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മൾക്ക് ഇൻക്രീസ് ആവുന്ന കാര്യം തന്നെയാണ്. വളരെ നല്ല കാര്യമാണ്. ഒരിക്കലും അത് ചീത്തയുള്ള കാര്യമല്ല, വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി ഒബ്സസ്ഡ് ആവാതിരിക്കുക. സ്കിൻ കെയർ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എന്നോട് ഒരാൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു, നലങ്ക് മാവ് ഒരു ദിവസം 2 പ്രാവശ്യം ഇടട്ടെ എന്ന്. അതെന്തിനാണ് അങ്ങനെ ഇടുന്നത്? നമ്മുടെ സ്കിന്നെ ടോർച്ചർ ചെയ്യുമല്ലേ ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നും ഒരു മനുഷ്യനല്ലേ. അതിന്റെ പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നാൽ ശ്വാസം മുട്ടില്ലേ? സ്കിൻ ബ്രീത്ത് ചെയ്യും, അതറിയാമോ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വീക്ക്ലി 2 or 3 days ആണ് നമ്മൾ പാക്കുകൾ ഫേസിൽ ഇടേണ്ടത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാൻ റെഡിയാണ്. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് പറയുമായിരിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ആയിരിക്കും, വോയിസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു വിധത്തിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കമൻറ്റ് വിട്ടിട്ട് എല്ലാവരും എൻ്റെ നമ്പറിലോട്ട് മെസ്സേജാണ് അയക്കുന്നത്. എനിക്ക് കമൻറ്റ് വേണം കേട്ടോ. പിന്നെ എൻ്റെ ഇതിൽ കമൻറ്റ് ഇട്ടിട്ടൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണേ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വളരെ സ്നേഹത്തോടെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ കൺസിഡറേഷനും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും എല്ലാം
എനിക്ക് എത്രത്തോളമാണ് ഇമ്പോർട്ടൻറ്റ്, എത്രത്തോളമാണ് എന്നെ സന്തോഷമാക്കുന്നത് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ പറയാനേ എനിക്കറിയുള്ളൂ. സോ വീണ്ടും നല്ലൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്ന നമ്മുടെ ടേക്ക് കെയർ.